ആനയുടെ സാന്നിധ്യം നമുക്ക് കൃത്യമായി തന്നെ ഈ രുചികളിൽ കാണാൻ സാധിക്കും. ആനയുടെ ആനപ്പിണ്ടമുണ്ട്, അതുപോലെ ആനയെ മറച്ചിട്ടിരിക്കുന്ന ഈ മരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നോക്കി നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം ഈ ഒരു പ്രദേശത്ത് നിരന്തരമായി ആനശല്യമുള്ള പ്രദേശം അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു പ്രദേശമാണ് എന്നുള്ളതാണ്. ഇത് കാർഷിക മേഖലയാണ്. നമുക്കറിയാം നിരവധി കാർഷിക വിളകളൊക്കെ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു പ്രദേശമാണ്. ഇവിടെ നിരന്തരമായി ആനകൾ ഇറങ്ങുമ്പോൾ കർഷകർ ആനകളെ കാട് കയറ്റാൻ വേണ്ടി പടക്കം പൊട്ടിച്ചും അല്ലെങ്കിൽ മറ്റ് ശബ്ദങ്ങൾ ഉണ്ടാക്കിയൊക്കെ ആനകളെ കാട് കയറ്റാൻ വേണ്ടി ഉള്ള നടപടികൾ ചെയ്യും. ഇത്തരത്തിൽ ഇന്ന് രാവിലെ ഈ പ്രദേശത്തെത്തിയ ആനയെ കാട് കയറ്റാൻ വേണ്ട നടപടികൾ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനിടെയാണ് ഈ മോഹനൻ എന്ന് പറഞ്ഞ ആള് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. തീർച്ചയായിട്ടും വലിയ ജനരോഷം, വലിയ പ്രതിഷേധമൊക്കെ നമുക്ക് ഇന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇത് ആദ്യമായിട്ടല്ല, നിരവധി തവണ ഇത്തരത്തിലുള്ള മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള അല്ലെങ്കിൽ നിരവധി ആളുകൾ ഈ വന്യമൃഗശല്യത്താൽ മരണപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഹർത്താൽ ഉണ്ടാകുമെന്നാണ്. 10 മണിക്ക് ഈ ആനമല അതിരപ്പള്ളി റോഡ് ഇന്ന് ജനങ്ങൾ ഉപരോധിക്കും. നമ്മോടൊപ്പം കുറച്ച് നാട്ടുകാർ കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, എന്താണ് ശരിക്കും സംഭവിച്ചത്? ആന തെങ്ങ് കളയായിരുന്നു. തെങ്ങ് കളഞ്ഞപ്പോൾ ഇവിടുന്ന് രണ്ടനിയന്മാരും കൂടി ഇങ്ങോട്ട് വന്നു. ഇവിടത്തോളം എത്തിയപ്പോഴേക്കും ആന ഓടിച്ചപ്പോൾ അവൻ വീണതാണത്. ഉണ്ടോ, അവൻ വീണടുത്തിട്ട് ചവിട്ടി കൂട്ടി കൊന്ന്. സ്ഥിരമായിട്ട് ആന ഇറങ്ങുന്ന സ്ഥലം? സ്ഥിരം എന്നും ആനയാ അവിടെ. എന്നും ആനയും പുലിയും എല്ലാ സാധനമുണ്ട്. 5 ആനയുണ്ട് ഇവിടെ. 5 ആന. ഈ 5 ആനേനെ കടത്തിയിട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. 5 ആനകൾ സ്ഥിരമുള്ള സ്ഥലമാണ്. 5 ആനയുണ്ട് ഇവിടെ. 5 ആനേനെ ഇവിടുന്ന് അങ്ങോട്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ ഈ ഏരിയ ക്ലിയർ ആവും. ഞാൻ ചോദിക്കുന്നത്, ഈ വനം വകുപ്പിന്റെ ഭാഗത്ത് വേണ്ട രീതിയിൽ ഇടപെടലില്ല? ഇപ്പൊ വന്നിട്ടുള്ളൂ. ഇപ്പൊ കുഴപ്പമില്ല കേട്ടാ. ഇപ്പൊ കുഴപ്പമില്ല. നേരത്തെ കുഴപ്പമുണ്ടായിരുന്നു, ഇപ്പൊ പ്രശ്നങ്ങളില്ല. അതെ, ഞാൻ ചോദിക്കുന്നത് ഫെൻസിങ് സംവിധാനങ്ങളൊന്നുമില്ല? ഇട്ടുണ്ട്. ആനയ്ക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. അവിടെയല്ല, ഇവിടേക്ക് ഫെൻസിങ് ഉണ്ട്. അങ്ങോട്ട് കടക്കാൻ പറ്റില്ല ആനയ്ക്ക്. അതായത് പല സ്ഥലങ്ങളിലും ഫെൻസിങ് ഉള്ളതുകൊണ്ട് ആനയ്ക്ക് കാട് കടക്കാൻ പറ്റുന്നില്ല, കാട് കയറാൻ പറ്റില്ല. അപ്പൊ ആന ഒതുക്കത്തിൽ കൂടെ വരണം, അല്ലെങ്കിൽ ഒരു മരം അങ്ങോട്ട് മുറിച്ചിടാം, എന്നിട്ട് അവനിങ്ങോട്ട് കടന്നു വരാം. അങ്ങനത്തെ കണ്ടീഷനാണ്. ഇപ്പൊ കുഴപ്പമില്ല. കാര്യങ്ങൾ 5 ആനയുണ്ട് ഇവിടെ. ഈ 5 ആനേനെ അങ്ങോട്ട് തിരുത്തി അതിരപ്പള്ളി ഭാഗത്തേക്ക് വിട്ട് കഴിഞ്ഞാണ്ടല്ല ഈ അതിരപ്പള്ളി പഞ്ചായത്തിലെ പ്രശ്നങ്ങളൊക്കെ തീരും. ആളുകൾ പറയുന്നത് നിരന്തരമായി ആനശല്യമുള്ള ഒരു പ്രദേശമാണ്. 1ൽ കൂടുതൽ ആനകളുണ്ട്. 5 ആനകളോളം ഈ ഒരു പ്രദേശത്ത് ഉണ്ട് എന്നുള്ളതാണ് ഈ പ്രദേശവാസികളടക്കം ഇപ്പോൾ പറയുന്നത്. അപ്പോൾ കൃത്യമായ ഒരു സംവിധാനമുള്ള പല സ്ഥലങ്ങളിലും ഫെൻസിംഗ് ഉണ്ട്. പക്ഷേ പവർ ഫെൻസിംഗ് പല സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്നില്ല, പ്രവർത്തനരഹിതമാണ്. ഇനി ഫെൻസിംഗ് ഉണ്ടെങ്കിൽ തന്നെ പല സ്ഥലങ്ങളിലും ആനയ്ക്ക് കാട് കയറാൻ പറ്റാത്ത രീതിയിൽ ഫെൻസിംഗ് സ്ഥാപിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ജനവാസ മേഖലയിൽ പെടുന്ന ആന അല്ലെങ്കിൽ ജനവാസ മേഖലയിൽ പെട്ടുപോകുന്ന ആനകളുണ്ട്. അവയ്ക്ക് തിരിച്ച് കാട് കയറാൻ സാധിക്കാതെ ജനവാസ മേഖലയിൽ തന്നെ കിടന്ന് കറങ്ങുകയും ഇവിടെ വലിയ രീതിയിലുള്ള നാശനഷ്ടം വരുത്തുകയും ചെയ്യുന്നു. അതാണ് ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാരടക്കം പറയുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ആനയെ കൃത്യമായ രീതിയിൽ കാടുകയറ്റാൻ വേണ്ട സംവിധാനങ്ങൾ ഈ ഫോറസ്റ്റ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നു. ഫെൻസിങ് പല സ്ഥലങ്ങളിലും ഉണ്ടെങ്കിലും പലതും പ്രവർത്തിക്കുന്നില്ല. മാത്രമല്ല പവർ ഫെൻസിങ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളില്ല, ട്രെഞ്ച് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഇല്ല എന്നുള്ളൊരു കാര്യം കൂടി നാട്ടുകാരൊക്കെ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം ഈ ഒരു ഫലപ്രദമാകും, ഈ വന്യമൃഗങ്ങൾ ഈ ഒരു ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് തടയാൻ എത്രത്തോളം ഫലപ്രദമാണ്, ഈ പ്രദേശത്ത് എത്രത്തോളം അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വലിയ സംശയമുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നാട്ടുകാർ വലിയ ഒരു രോഷത്തിൽ തന്നെയാണ്. കാരണം നിരന്തരമായി ഒരു പ്രദേശത്ത് വന്യമൃഗ ശല്യമുണ്ട്. പലതവണ ഇത് അധികൃതരുമായി ഫോറസ്റ്റ് അധികൃതരുമായൊക്കെ പറഞ്ഞെങ്കിൽ പോലും അതിന് കൃത്യമായ സംവിധാനങ്ങൾ ഉണ്ടായില്ല. ഇപ്പോൾ ഒരാളുടെ ജീവൻ പൊലിഞ്ഞ ഒരു സാഹചര്യത്തിലും അതിന് വേണ്ട സംവിധാനങ്ങൾ ഇല്ലാത്തതിന്റെ അതിന്റെ ഒരു പ്രശ്നം കൊണ്ട് തന്നെയാണ് ഈ വന്യമൃഗങ്ങൾ എത്തി ഒരാളുടെ ജീവൻ എടുത്തത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആളുകൾ വലിയ ഒരു രോഷം തന്നെയാണ് പങ്കുവെക്കുന്നത്. ഇന്ന് 10 മണിക്ക് റോഡ് ഉപരോധമുണ്ടാകും. ഇന്ന് മൊത്തം ഇവിടെ ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. എല്ലാം സ്തംഭിച്ചിരിക്കുകയാണ്. ആളുകൾ വലിയ രീതിയിലുള്ള രോഷമാണ്. കാരണം ഇത് വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണെങ്കിൽ പോലും ഇവിടെ ഒരുപാട് കർഷകർ താമസിക്കുന്ന ഒരുപാട് വീടുകളുള്ള ഒരു പ്രദേശമാണ്. സ്വന്തം വീട്ടുപറമ്പിൽ കൃഷി ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ പറമ്പിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഈ ഒരു കൃഷിയിടത്തിലേക്ക് എത്തി വീടിന്റെ അടുത്തേക്ക് എത്തി വീടിനടുത്ത് നിൽക്കുന്ന ആ വീട്ടുടമയെ അദ്ദേഹത്തെ ചവിട്ടി കൊലപ്പെടുത്തുന്ന ആ ഒരു അതിദാരുണമായ സംഭവമാണ് ഇന്ന് രാവിലെ ഉള്ളത് എന്നുള്ളതാണ്. ഈ അതിരപ്പള്ളി പ്രദേശം നമുക്കറിയാം, അത് നിരവധി തവണ വന്യമൃഗങ്ങൾ ശല്യങ്ങൾ ഉണ്ടായിട്ടുള്ള പ്രദേശമാണ്. കാരണം കാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. പക്ഷേ എന്നിട്ടും ഇത്രത്തോളം അപകടങ്ങൾ സംഭവിച്ചിട്ടും എന്തുകൊണ്ട് ആളുകളുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ അധികൃതരുടെ ഭാഗത്തുനിന്നും കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ബാക്കിയാവുന്നത്. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ രീതിയിൽ പ്രതിഷേധം തുടരുമെന്നുള്ളൊരു കാര്യമാണ് ജനങ്ങൾ പറയുന്നത്. മാത്രമല്ല അത് ഈ വനവകുപ്പിന്റെ ഭാഗത്തുനിന്നും കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ആ പ്രതിഷേധം കനപ്പിക്കും.
ശക്തമായ പ്രതിഷേധം ഉണ്ടാകും. ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് ഏതൊക്കെ രീതിയിലായിരിക്കും പ്രതിഷേധം എന്നുള്ള അറിയില്ല. ഒന്നാമത് എല്ലാ ആളുകളും വലിയ രോഷാകുലരാണ്. കാരണം അവിടെ സ്വന്തക്കാരനും നാട്ടുകാരനും ഒക്കെ ആയ ഒരാളുടെ ജീവനാണ് ഇന്ന് ഈ വന്യമൃഗശല്യത്തിൽ ആനയുടെ ആക്രമണത്തിൽ പൊലിഞ്ഞത് എന്നുള്ളതാണ്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. എന്തായാലും ഈ റോഡ് ഉപരോധമടക്കം 10 മണിയോടുകൂടി തന്നെ ഉണ്ടാകും. അങ്ങനെയെങ്കിൽ അത് ഒരു വലിയ പ്രതിഷേധമായി കണക്കാക്കണം. ഈ അധികൃതർ, വനംവകുപ്പ് അധികൃതർ ഈ കാടും നാടും വേർതിരിക്കുന്ന കൃത്യമായ സംവിധാനങ്ങൾ സജ്ജമാക്കണം. അപ്പോൾ ഈ ഒരു വലിയ ഒരു ജനരോഷം നമുക്ക് എന്തായാലും കാണാൻ സാധിക്കും. കുറച്ച് നാട്ടുകാർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് ഇന്ന് വലിയൊരു ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതിഷേധം ഉണ്ടോ? ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധമാണ്. അത് കഴിഞ്ഞ 2 തവണകൾ ഉപരോധവും DFO ഓഫീസുകളും ആലുവ താലൂക്കിൽ അയ്യമ്പഴ പഞ്ചായത്തിലെയും അതിരപ്പള്ളി പഞ്ചായത്തിലെയും ജനങ്ങൾ ഒന്നടങ്കം പല വട്ടം ഇതിനെ എതിർത്ത് സമരം സംഘടിപ്പിക്കുകയും ഹർത്താൽ നടത്തുകയും ഒരുപാട് പേര് മരണപ്പെട്ട സംവിധാനങ്ങളുണ്ടായിട്ടും ഇവിടെ ഇപ്പോൾ നിങ്ങളെപ്പോലുള്ളവർ വന്ന് ഇത് ജനങ്ങളിലേക്കിടയിൽ ഈ മാധ്യമങ്ങൾ ഇട്ട് കഴിയുമ്പോൾ തന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ ഇതെല്ലാം മറന്ന് വീണ്ടും ഉദ്യോഗസ്ഥർ ഇതിൻ്റെ അനാസ്ഥ കാണിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ പണം സർക്കാർ ചിലവാക്കുന്നുണ്ട്. അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്ന തരത്തിൽ ഇപ്പോൾ എടുത്തു പറയുന്ന ഒരു കാര്യം, പ്ലാന്റേഷൻ കോർപ്പറേഷൻ, ഞാൻ ഇവിടെ പഞ്ചായത്തുകാരനാണ്. ഞാനിവിടെ ഒരു കട നടത്തുന്നുണ്ട്. 2 ആഴ്ച മുമ്പ് എന്നെ ആന അതിദാരുണമായ ഒരു രക്ഷപ്പെടലാണ് എനിക്കുണ്ടായത്. ഫോറസ്റ്റ് വണ്ടിക്ക് ചെന്ന് കുത്തി. എന്നെ പൈലറ്റായിട്ട് ഫോറസ്റ്റ് വണ്ടി എൻ്റെ മുമ്പിലുണ്ടായിരുന്നു. ആ വണ്ടിയിൽ കുത്തി ആന തള്ളിക്കളഞ്ഞപ്പോൾ ഞാൻ തൊട്ട് ചേർന്ന് കിടക്കുന്നു. ഞങ്ങളുടെ 2 വണ്ടിയുടെ നടുക്കായിരുന്നു ആന ഓടിയത്. തിരിഞ്ഞാൽ എൻ്റെ കാറിന് കുത്തി എനിക്കും അപകടം വലിയ സാഹചര്യം ഉണ്ടായിരുന്നു. പത്രത്തിലൊക്കെ വാർത്ത 2 ആഴ്ച മുമ്പ് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ വനമേഖലയിലുള്ള മൃഗങ്ങളെ വനത്തിൽ തന്നെ സംരക്ഷിക്കപ്പെടുന്ന ഏതൊരു മാർഗവും സർക്കാർ അനാവശ്യമായി കോടികൾ ചെലവാക്കുമ്പോൾ തന്നെ ഈ മൃഗങ്ങളെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർക്കാർ ഒന്ന് കണ്ണു തുറക്കണം. ദയവായിട്ട് ഇപ്പോൾ അങ്കമാലി മണ്ഡലം ഇപ്പോൾ മിനിസ്റ്ററായിട്ടുള്ള ബഹുമാനപ്പെട്ട റോജി എം ജോൺ നിരവധി പ്രാവശ്യം നിവേദനങ്ങളും നിയമസഭയിലൊക്കെ ഇതിനെക്കുറിച്ച് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സംവിധാനം ഇവിടെയാണെങ്കിൽ ചാലക്കുടി MLAയും ശക്തമായി അതിനെ നിലനിന്നുകൊണ്ട് സമരങ്ങൾക്കൊക്കെ വേണ്ട രീതിയിൽ ജനങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട്. അതാണ് അവരൊക്കെ ഇവിടെ ജയിച്ചു പോകാനായിട്ടുള്ള സാഹചര്യവും ജനങ്ങളുടെ കൂടെ അവരുണ്ട് എന്നുള്ളതുണ്ടെങ്കിലും സർക്കാർ അത് കണ്ടു തുറക്കുന്നില്ല. അപ്പോൾ അത് ഞങ്ങൾക്കൊരു സംരക്ഷണം കിട്ടണം. പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഒന്നും കൂടി ഉണർന്ന് അവിടുത്തെ റോഡായാലും അവിടെ ഫെൻസിങ് കിട്ടോ അല്ലെങ്കിൽ ട്രെഞ്ച് സംവിധാനത്തിലോ ഏത് മാർഗങ്ങളോ അവർക്ക് കഴിക്കാനുള്ള ആഹാരത്തിന് വേണ്ടിയിട്ടാണ് ആനകൾ വരുന്നത്. നമ്മൾ മൃഗങ്ങളെ അങ്ങനെ കൂടുതൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് സംരക്ഷണം കൊടുത്ത് വനത്തിൽ തന്നെ മൃഗങ്ങൾ സംരക്ഷിക്കപ്പെടാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനം ഉണ്ടാകണം. ഇനിയും അപകടങ്ങൾ കൂടെ ഉണ്ടാകും എന്ന് മാത്രമാണ് ഇതിനെ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് അറിയിക്കുന്ന എൻ്റെ പേര്. അതാണ്, അതായത് നാട്ടുകാരുടെ ഒരു രോഷമാണ് പറയുന്നത്. ഇത്രയും കാലമായിട്ടും ഇപ്പോഴും ഒരു ശാശ്വത പരിഹാരം കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഈ ജീവന നഷ്ടം അടക്കം സംഭവിക്കുന്നത്. ജീവനും സ്വത്തുക്കൾക്കും അടക്കം നഷ്ടം സംഭവിക്കുന്നു. ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ നിരന്തരമായി ഇറങ്ങുന്നു. ഇതിന് ശാശ്വതമായൊരു പരിഹാരം അത് സർക്കാർ തലത്തിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തും ഒക്കെ ഉണ്ടാവണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. എന്തായാലും വലിയ പ്രതിഷേധമാണ്. ഇന്ന് 10 മണിക്ക് റോഡ് ഉപരോധിക്കാൻ ഒരുങ്ങുകയാണ് ഇവിടുത്തെ ജനകീയ സമിതി.